രണ്ടാമത്തേതുണ്ട് സംസാരത്തിലെ ദിക്ർ. എന്താ സംസാരത്തിലെ ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്റുസ് സ്വാലിഹീന ഇബാദത്തുൻ ദിക്റുൽ അംബിയാഇ കഫാറത്തുൻ വദിക്റുസ് സ്വാലിഹീന ഇബാദത്തുൻ. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ ഔ കമാ ഖാൽ. അംബിയാക്കളെ കുറിച്ച് പറയൽ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ എന്നുള്ളടത്ത് അതിന്റെ തഫ്സീറിലുണ്ട് ഐ ദിക്റു അസ്മാഇഹിം, അവരുടെ പേര് പറയൽ. സ്വാലിഹീങ്ങളെ പറ്റി പറയാന്ന് പറഞ്ഞാല് അവരുടെ പേര് പറയാം. ആദം നബി അലൈഹിസ്സലാം വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തസ്ബീഹ്മാല എടുക്കുക. എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അങ്ങനെ പറയാം. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പറയാം. ദിക്റുസ് സ്വാലിഹീന എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പേര് പറയാം. ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹു, കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാ, ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാ, ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ പേര് ഇങ്ങനെ പറയാം. തന്നെ ചരിത്രം പറയണമെന്നില്ല, പേര് മാത്രം പറഞ്ഞാൽ മതി. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹിമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫു വ അയ്യൂബു ഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ അൽ-യസഅ ദുൽകിഫിലി ദാവൂദു സുലൈമാനു തബഅ. ഞാൻ ഇപ്പൊ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. അതെന്തേ വല്യമ്മ ചെല്ലണത് എന്ന് പറയാൻ കാരണം? വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെ. വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് പറയാൻ കാരണം. വല്യമ്മയെ ചെല്ല അതിലുണ്ട്. ദർസിലേക്ക് ഓതാൻ പോണ കുട്ടികള് ദർസോത്ത് തുടങ്ങണ സമയത്ത് ഓതി കൊടുക്കണ സബഅത്ത് കുത്തുബ് എന്ന് പറഞ്ഞ 7 ബൈത്ത് കിതാബുണ്ട്. അതിൽപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുൽ അവാം. അതിലുള്ളതാണ്. ഇത് ചൊല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലുള്ളത്? കുറെ ആൾക്കാരെ പേര് മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملة هند وزينب كجويريا للمؤمنين أمهات مرضيا. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണേ പറഞ്ഞോളി, അതന്നെയാണ് അന്ന് അർത്ഥം പറഞ്ഞു തന്നെയാണ് ഈ പറയണേ. ഞാൻ ചൊല്ലിയത് കിഫായത്തുൽ അവാം എന്ന കിതാബിലുള്ളതാണ്. കിഫായത്തുൽ അവാം എന്ന കിതാബ് വല്യമ്മ ചെല്ലണ 15 വക ഏടിലുള്ളതാണ്. ഇത് ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂല എന്ന് ത്വൽസമാത്തിന്റെ കിതാബിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലുള്ളത് മഹത്തുക്കളായ ആൾക്കാരെ പേര് ഇല്ല, എന്താ ഉള്ളത് തന്നെ ഇതെന്റെ സംഗതി. അപ്പൊ ദിക്ർ പറയൽ, അതാണ് രണ്ടാമത്തത്. സ്വാലിഹീങ്ങളുടെ പേര് പറയാം. വേഗന കോയപ്പാപ്പ എന്ന് പറയാ, അമ്പംകുന്നം ഈരാനോലിപ്പാപ്പ എന്ന് പറയുന്നേ. സ്വാലിഹീങ്ങളുടെ പാണക്കാട് പൂക്കോയ തങ്ങൾ എന്ന് പറയാ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയാ. പേര് പറയൽ തന്നെ, അതന്നെ സ്വാലിഹീങ്ങളുടെ പേര് പറയുക. ഇതാണ് രണ്ടാമത്തെ ദിക്ർ. മൂന്നാമത്തെ ദിക്റുണ്ട് ദിക്ർ ചെയ്യല്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം ഒരു ദിക്റാണ്, കാരണം അത് ദിക്ർ ചെയ്യലാണ്. മൂന്നാമത്തെ ഒരു ദിക്റുണ്ട് ദിക്ർ ചൊല്ലല്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചൊല്ലാം. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾ ഉണ്ടാവും, എല്ലാ കാലത്തും സ്വാലിഹീങ്ങൾ ഉണ്ടാവും. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനിനെ കുറിച്ച് പറയുന്നുണ്ട്. വല്ലിപ്പ ഒഴിഞ്ഞിരിക്കണ സമയത്ത്, വല്ലിപ്പ ഇങ്ങനെ ഒഴിഞ്ഞ് സിറ്റ് ഔട്ടിലിരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടി ഒരു കാലത്ത് മുഅ്മിനായിരിക്കും.
എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങൾ ഒരേമാതിരി അല്ല. ചെറിയ ചലനത്തെ നമ്മൾ വലുതായി കാണണം. വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയേക്ക് വന്നു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ചെറിയ മാറ്റത്തെ വലുതായി കാണണം. 24 മണിക്കൂറും ടർഫിൽ ഒച്ചയും വിളിയാണ്. മഗ്‌രിബ് വാങ്ങിക്കൊടുത്തപ്പോൾ ഒന്ന് നിർത്തി കിട്ടി, അൽഹംദുലില്ലാഹ്. ചെറിയ മാറ്റത്തെ വലിയ മാറ്റമായി കാണണം. കാരണം കാലഘട്ടം അങ്ങനെയാണ്. എന്നാൽ ഞാൻ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതോട്ടില്ലേനും. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, നമ്മക്കാണ്. കാലഘട്ടം പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ പണ്ടും 7 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പണ്ടും 24 മണിക്കൂറാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്ക് കുഴപ്പം പറ്റിയതാ. കാലഘട്ടത്തിനൊരു പ്രശ്നമില്ല. നമ്മൾ നേരാകാൻ തീരുമാനിച്ചാൽ മൊത്തത്തിൽ മാറും. ഉസ്താദേ, ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും ഒന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്നും ദ്വാരക്കൊണ്ടുപോകുന്നു, നടക്കൂല. ആദ്യം നമ്മളൊന്നാണ്ട് നേരാകാൻ വേണ്ടി തീരുമാനിക്കണം. 12:15 മുമ്പാണ് ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കണത്. എത്രക്കാ ജുമക്ക് പോകലെന്ന് ആദ്യം നമ്മളൊന്നാണ്ട് ആലോചിച്ച് നോക്കുക. എന്നിട്ടല്ലേ പിന്നെ കുട്ടികൾ. ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എപ്പോഴാണ് ജുമക്ക് പോകേണ്ടത്. ഇപ്പം 12:15 ളുഹർ ബാങ്ക്. നമ്മളെപ്പോഴാണ് ജുമക്ക് പോകല്? തന്നെ ഔത്തപ്പള്ളി പോലെ ഒന്നും അറിയണില്ല എന്ന് ഖുതുബ തുടങ്ങണ നേരത്തെ. ഔത്തപ്പള്ളി എന്നറിയണില്ല. എന്നിട്ട് നമ്മൾ വെറുതെ കുട്ടികളെ കുറ്റം പറയണ എന്താ കാര്യം? ഓൽക്കൊരു കുഴപ്പമില്ല. റമദാൻ മാസം ആയാൽ അങ്ങാടിത്തെ പള്ളിയിലെ ഹൗലക്ക് വെള്ളടിച്ചാൽ തികയാത്തത് വയസ്സന്മാർ നിൽക്കിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കരിയാണ് നിൽക്കിച്ചിട്ടാണ്. ഓൽക്ക് എന്താ കുഴപ്പം? ഓൽക്കല്ല കുഴപ്പമുള്ളത്. നമ്മൾ നേരത്തെ ചുമക്ക് പോകില്ല. വയസ്സന്മാര് പെരേന്നൊക്കെ പുറപ്പെടും. പിന്നെ ആ പീടിയിലൊന്ന് നിന്ന് ഈ പീടിയിലൊന്ന് നിന്ന് അവിടുന്ന് ഒരു പഴംപൊരിയും ചായയും കുടിച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ, നേരത്തെ ഒന്നാണ് പള്ളിയേക്ക് കയറിക്കൂടെ. ഇനി ചെന്നാൽ തന്നെ ആവതും കരക്കെന്നാണ്ട് വർത്താനം പറയും ചെയ്യും. കുട്ടികൾ പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയാന്നുള്ള പരാതിയാണ് നമുക്ക്. കുട്ടികൾ പള്ളിൻ്റെ മേലെന്ന് വർത്താനം പറയരുത് എന്ന് അഭിപ്രായമുള്ള ഏതെങ്കിലും കാരണവരുണ്ടെങ്കിൽ ഹൗദും കരക്കൊന്നും പറയരുത്. ഹൗദും കരക്കും പള്ളിൻ്റെ മേലേക്ക് ഒരേമാതിരി തന്നെയാണ്. ജുമയ്ക്ക് എന്നാലും വർത്താനം പറയാതിരിക്കുക, എവിടെയും ചെയ്യരുത്. കുട്ടികൾക്കല്ല കുഴപ്പം, വയസ്സന്മാർക്ക് തന്നെ കുഴപ്പമുള്ളത്. കാരണന്മാർക്കും നേതാക്കന്മാർക്കും എനിക്കും നിൽക്കും ഞമ്മക്കാ കുഴപ്പമുള്ളത്. നമ്മളൊന്ന് നേരായാൽ മതി, സംഗതി നേരാവും. അതുകൊണ്ട് വെറുതെ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനൊന്നും കഴിയൂല. കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്, ഞമ്മക്കാണ് കുഴപ്പമുള്ളത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പൂർവികന്മാരായ ആളുകളെ കുറിച്ച് പറയുക, അവരെ കുറിച്ച് കേൾക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ വല്യാപ്പാരെ കഥ പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ വല്യാപ്പാരെ നോക്കിയാൽ മതി, ഓലെന്നെ വലിയ ആൾക്കാരേക്കാരോ. വല്ലാതെ ദൂരത്തേക്കൊന്നും വേണ്ട. ഒരു 3-മത്തെ 4-മത്തെ വല്യാപ്പാനെടുത്ത് പരിശോധിച്ച് നോക്കി. 8 മണിക്ക് ജുമയ്ക്ക് പോകും. വെള്ളിയാഴ്ച നേരം വെളുത്താൽ ആദ്യത്തെ പരിപാടി താടിയും മുടിയും നഖവും നേരാക്കലാണ്. ഇന്നിപ്പം പരിശോധിച്ചാൽ നഖം മുറിക്കാത്ത 10 എണ്ണത്തിനേലും കാണും. ഇപ്പം നോക്കിയാൽ കാണും, നോക്കണ്ട, നോക്കിയാൽ കാണും. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിക്കത്തെ ഖത്തീബാണ് ഞാൻ. നിക്കാഹിന് പലപ്പോഴും പോകലുണ്ട്. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തവനെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമാണ്, 1 അല്ല 2 എണ്ണം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കത് നോക്കണൊരു പണിയുള്ളതുകൊണ്ടായിരിക്കാം. മറന്നതോ? ഓൻ താടി ഒന്നാക്കാനും മറക്കണ്ടേ? അതിൻ്റെ മറക്കാൻ ചെയ്തു. മറന്നിക്കാണെങ്കിൽ താടി ഒന്നാക്കാനും മറക്കണ്ടേ? അതിലൊരു സംഗതി ഉണ്ട്. എന്താ വെച്ചാൽ ഭദ്രകാളിയുടെ സ്വഭാവമാണ് ഈ നഖം മുറിച്ചാതിരിക്കല്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഭദ്രകാളി, ഓങ്കാളി, മഹാകാളി, ഭദ്രകാളി, തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം ഉണ്ടായി പെട്ടതാണ്. അതിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞ സാധനം. അത് നഖം മുറിക്കൂല. എന്താ അതിൻ്റെ പണി? അതിൻ്റെ പണി ഇമ്മാനോട് തെറ്റുണ്ടാക്കലാണ് പണി. നഖം മുറിക്കാൻ മറന്നോന് ഇമ്മാനായിട്ട് പ്രശ്നം ഉണ്ടാവും. പരിശോധിച്ച് നോക്കോളൂ നിങ്ങൾ, വെറുതെ പറയാന്നല്ല. ഓൻ്റെ അമ്മയും കൂടിയും പ്രശ്നം ഉണ്ടാവും. അതാണ് നഖം മുറിക്കാൻ മറക്കണതിൻ്റെ കാരണം. വെറുതെ മറക്കൊന്നുമില്ല. വെറുതെ ഒരു മനുഷ്യൻ മറക്കൂല. മറക്കണതിനൊരു കാരണമുണ്ട്. തന്നെ സംഗതി. അപ്പം എന്താ വേണ്ടത്? എല്ലാവരും അവനാൻ്റെ നോക്കിയാൽ മതി, അടുത്തുള്ളത് നോക്കരുത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇപ്പം നോക്കരുത്. ഇപ്പോഴല്ലേ നമ്മൾ കേട്ടോളൂ, മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്നാലേ നമ്മളെ വല്യാപ്പാനൊന്ന് പരിശോധിച്ച് നോക്കി. മുമ്പർക്ക് വെള്ളിയാഴ്ച നേരം വെളുത്താലേ നഖം മുറിച്ച് ഒരുങ്ങി തുണിയും കപ്പായൊക്കെ തിരുമ്പി നേരാക്കി, ആകെ ഒരു കൂട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊന്ന് തിരുമ്പി നേരാക്കി ഇസ്തിരിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുട്ടി പെരട്ടി ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് പോകും. നേരത്തെ ജുമക്കും 3 അൽക്കഫ് ഓതിയാൽ സമയം ബാക്കിയായിരുന്നു വല്യപ്പാക്ക്. ഇന്ന് ഒരു അൽക്കഫ് മുഴുവനാകുന്നില്ല. കാലാലം മക്കുല്ലൊക്കെ ഇന്നക്കാന്ന് പറയുമ്പോൾ അതിന് ബാങ്കാണ് കൊടുത്തു.
ഇനിയിപ്പോൾ അവിടെ കെട്ടാൻ തീരുമാനിച്ചു. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂറ് ആയിരിക്കും, പ്രകാശമായിരിക്കുമെന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് ഖബറിൽ അവന് പ്രകാശമായിരിക്കും. പ്രകാശം എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. നൂറ് എന്ന് പറയുന്നത് ഈമാന്റെ സിമ്പലാണ്. നൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു വെള്ളിയാഴ്ച അൽകഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനില്ലാതെ മരണപ്പെടുകയില്ല എന്നർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മുൻഗാമികൾക്ക് 3 അൽകഹഫ് ഓതിയാലും സമയം ബാക്കിയായിരുന്നു. നമ്മളൊക്കെ നാട്ടിൽ അൽകഹഫും സലാത്തും എന്നൊരു ഏടുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. എന്തേ? നേരം ചേച്ചി വെള്ളിയാഴ്ച ജുമഅക്ക് എന്നാലേ അൽകഹഫും സലാത്തും എന്നൊരു ഏടുണ്ട്. ഒരു ഏട്, അതിൽ പകുതി വരെ അൽകഹഫ്, അവിടുന്ന് അങ്ങോട്ട് ഹിസ്ബുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ട് ഹിസ്ബു യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടൊരു സലാത്തും ഉണ്ടാവും. അങ്ങനത്തെ ഏടാണ് മുമ്പ് ജുമഅക്ക് ഉണ്ടായിരുന്നത്. അതൊന്നും വേണ്ടെന്ന അഭിപ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗവും അത് പറ്റും എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. കുറച്ച് ആൾക്കാർ വേണ്ടെന്ന അഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ വേണ്ടെന്ന അഭിപ്രായം ഉള്ളതുകൊണ്ട് പോയതല്ല അത്, പിന്നെന്തേ ഓതായിട്ട് പോയത് തന്നെയാണ്.